എല്ലാവർക്കും ധൂളി ആർട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ യാത്ര ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിലെ കുംഭമേളയിലേക്കാണ്. കോടാനുകോടി ഭക്തജനങ്ങൾ പങ്കെടുത്ത പ്രയാഗ്രാജിലെ കുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ 6 പേരാണ് ഈ യാത്രയിലുള്ളത്. ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇതുപോലുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഞങ്ങൾ യാത്ര തുടങ്ങുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പിയിൽ നിന്നാണ്. ഏകദേശം ഒരു 2400 കിലോമീറ്ററോളം കേരളത്തിൽ നിന്നും പട്ടാമ്പിയിൽ നിന്നും യു പിയിലെ പ്രയാഗ്രാജിലേക്കുണ്ട്. 6 പേരടങ്ങുന്ന ഞങ്ങളുടെ സംഘം യാത്ര ചെയ്ത വാഹനം മഹീന്ദ്രയുടെ മറോസ വാഹനമാണ്. ഒരു ദിവസവും 14 മണിക്കൂറാണ് കേരളത്തിൽ നിന്നും പ്രയാഗ്രാജിലേക്കുള്ളത്. കുംഭമേള യാത്രക്കിടയ്ക്ക് നമ്മളുടെ ഫെയിം ഈ മൊണാലിസ മഹാകുംഭമേളയുടെ മൊണാലിസയെ കാണാൻ പറ്റിയില്ലെങ്കിലും അതിൻ്റെ അനീറ്റിയെ കണ്ടു. ഷൊണാലിസ കുംഭമേളയിൽ താരമായി മാറിയ മൊണാലിസ കണ്ണുകളുടെ പ്രത്യേകത. ഞങ്ങൾ അതുപോലെയുള്ള ഒരു പെൺകുട്ടിയെ അവിടെ വെച്ച് കാണലുണ്ടായി. കുംഭമേള നടക്കുന്ന കുറച്ച് ദൂരം മുന്നേ ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ നിർത്തിയപ്പോൾ അവിടെ ഒരു കുട്ടീനെ കണ്ടു. ആ കുട്ടിയാണ് ഇപ്പോൾ നേരത്തെ കണ്ടത്. ആ കുട്ടിയുടെ കണ്ണും മൊണാലിസയുടെ കണ്ണുമാതിരിയുള്ള കണ്ണുകളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ ടൗണിൽ എത്തിയിരിക്കുകയാണ്. കുംഭമേളയ്ക്ക് വേണ്ടി നിരവധി അലങ്കാരങ്ങളും അതുപോലെ നിരവധി കാര്യങ്ങളും അവിടെ ചെയ്തതായിട്ട് നമുക്ക് പോണ വഴിക്ക് തന്നെ അങ്ങോട്ട് എത്തുന്നതിന് മുന്നേ തന്നെ നമുക്ക് അതിൻ്റേതായ രീതികൾ നമുക്ക് കാണാൻ പറ്റി.
Head east on IIT Road. ഞങ്ങളുടെ വാഹനം ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്ത് ഞങ്ങൾ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് നടന്നു പോവുകയാണ്. കുറച്ച് ദൂരം നടന്നപ്പോൾ ഞങ്ങൾക്കൊരു റിക്ഷ കിട്ടി. അതിൽ കുംഭമേള നടക്കുന്ന സ്ഥലത്തേക്ക് ഏകദേശം ഒരു 6-7 കിലോമീറ്ററോളം അങ്ങോട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോണ വഴിക്ക് തന്നെ നല്ല തിരക്കായിരുന്നു. ഈ ടൗണിലാണ് തിരക്ക്, പക്ഷെ അന്ന് ഞങ്ങൾക്ക് അത്ര അധികം അവിടെ തിരക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങളവിടെ അന്വേഷിച്ചപ്പോൾ ഒരു 10% ആൾക്കാർ മാത്രമേ അന്ന് വന്നിട്ടുള്ളൂ എന്നാണ് അന്ന് അറിഞ്ഞത്. അങ്ങനെ പോണ വഴിക്ക് ഫ്ലൈ ഓവറിൻ്റെ പില്ലറിൻ്റെ മുകളിലൊക്കെ കൃഷ്ണൻ്റെയും ഒക്കെ ഒരു കുചേലൻ്റെയും ഒക്കെ രൂപങ്ങൾ അതിമനോഹരമായിട്ട് വരച്ചു വെച്ചിട്ടുണ്ട്. റിക്ഷ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി നിർത്തി. അവിടുന്ന് കുറച്ച് ദൂരം നടന്നാൽ നമ്മൾ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തും എന്നുള്ളത് അവർ പറഞ്ഞു, റിക്ഷക്കാരൻ പറഞ്ഞു. അത് പ്രകാരം ഞങ്ങൾ നടന്നു പോവുകയാണ്. ഒരു റെയിൽവേ ക്രോസ് ചെയ്ത് കടന്ന് ഞങ്ങൾ കുംഭമേള നടക്കുന്ന ആ മൈതാനത്തേക്ക്, ആ പുഴയിലേക്ക് പോവുകയാണ്. ആ കാണുന്ന ചുവപ്പ് ഒരു ഗോപുരം കാണുന്നതാണ് ഞങ്ങൾക്ക് പോകേണ്ട സ്ഥലം. അവിടെയാണ് ഇസ്കോണിൻ്റെ ഹരേ കൃഷ്ണയുടെ ഒരു സ്റ്റാള്. അതാണ് ഞങ്ങൾക്ക് അവിടെ പോയപ്പോഴാണ് അത് അറിഞ്ഞത് അതാണെന്ന്. ഞങ്ങൾ അവിടേക്ക് പോകാനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ കാണുന്നതാണ് കുംഭമേള നടക്കുന്ന സ്ഥലങ്ങൾ. അതായത് പാർക്കിംഗ് ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ട്രാക്ടറൊക്കെ പോകുന്ന സ്ഥലം പുഴയാണ്. ഈ പുഴയിൽ ഇതുപോലുള്ള താഴത്തിട്ടിരിക്കുന്ന പോലുള്ള ഇരുമ്പിൻ്റെ നീളത്തിലുള്ള നടപ്പാതകളാണ് ഇട്ടിരിക്കുന്നത്. ഏകദേശം ഒരു 1000 കിലോമീറ്ററോളം ചുറ്റോറും ഇങ്ങനെ വാഹനങ്ങൾക്ക് പോകുന്നതിന് വേണ്ടി ഇങ്ങനെ വിരിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതാണ് വേൾഡ് മുഴുവൻ കൃഷ്ണഭക്തരുടെ ഒരു സംഘടനയായ ഇസ്കോൺ എന്നുള്ള സംഘടനയുടെ സ്റ്റാളാണ് ഇത്. ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 6 കിലോമീറ്ററോളം സ്നാനം ചെയ്യുന്ന സ്ഥലത്തേക്ക് 6 കിലോമീറ്ററോളം ദൂരമുണ്ട്. കുറച്ച് ദൂരം വരെ ഒരു 3-4 കിലോമീറ്റർ വരെ വാഹനങ്ങൾക്ക് പോകാം. കുറച്ച് ദൂരം നടന്നാൽ നമുക്കൊരു റിക്ഷ കിട്ടും. അവിടുന്ന് നമുക്ക് കുറച്ച് ദൂരം കൂടി പോയാൽ ഒരു 4 കിലോമീറ്റർ പോയാൽ നമുക്ക് അവിടെ അതുവരെയാണ് വണ്ടി പോകുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നടന്നിട്ട് തന്നെ പോകും. അപ്പം ഞങ്ങൾ കുറച്ച് ദൂരം നടന്ന് ഇപ്പം ഞങ്ങൾ റിക്ഷയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ റിക്ഷ കുറച്ച് ദൂരം കഴിഞ്ഞാൽ അതുവരെ കുറച്ച് ദൂരം കഴിഞ്ഞാൽ അതുവരെ പോകുന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു 2.5 കിലോമീറ്ററോളം നമ്മൾ നടന്നു പോകും.
सब हम यूट्यूब में लेकर के ना രാത്രിയായി ഒരു ഏകദേശം 2 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞു. 2-3 ബ്രിഡ്ജ് കടന്നിട്ട് വേണം ഈ മണ്ഡലത്തിലേക്ക് പോകാൻ. ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായിരുന്നു മഹാകുംഭമേളയിൽ പങ്കെടുത്തത്. നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത സ്നാനം ചെയ്ത് മടങ്ങിയ പുണ്യഭൂമിയിൽ ഞങ്ങളും സ്നാനം ചെയ്യുന്നതിന് വേണ്ടി അതിൻ്റെ തൊട്ടടിയിൽ എത്തിയിരിക്കുകയാണ്. 10% മാത്രമേ ആളുകളേ ഉള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ കൂടി നമുക്ക് നല്ലൊരു തിരക്ക് അവിടെ അനുഭവപ്പെട്ടു. അവിടെ ഒരു സന്യാസികളും ഒരു വാഹനത്തിൻ്റെ മുകളിൽ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ഇവിടെയാണ് ത്രിവേണി സംഗമം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയാണ് സ്നാനം ചെയ്യുന്നത്. നിരവധി പേര് ഇന്ന് ഇവിടെ സ്നാനം ചെയ്യാൻ എത്തിയിരുന്നു. ഞങ്ങളും സ്നാനം ചെയ്യുന്നതിന് വേണ്ടി തയ്യാറെടുക്കുകയാണ്. ജീവിതത്തിലെ മഹാഭാഗ്യമായ മഹാകുംഭമേളയിൽ ത്രിവേണി സംഗമത്തിൽ സ്നാനം ചെയ്ത് ഞങ്ങൾ മടങ്ങുകയാണ്. ഇനി തിരിച്ച് നാട്ടിലേക്ക് ഏകദേശം 1.5 ദിവസം നീണ്ടു നിൽക്കുന്ന കേരളത്തിലേക്കുള്ള യാത്ര, നമ്മുടെ നാട്ടിലേക്കുള്ള യാത്ര. കോടാനുകോടി ഭക്തജനങ്ങൾ പങ്കെടുത്ത കുംഭമേളയിൽ, മഹാകുംഭമേളയിൽ സ്നാനം ചെയ്യാൻ ഭാഗ്യം ഉണ്ടായതിൽ ഏറെ സന്തോഷിക്കുന്നു. അതുപോലെ സ്നാനം ചെയ്ത എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളുടെ യാത്രയിൽ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന എല്ലാവരോടും ഒരുപാട് സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി എഴുതണമെന്ന് അഭ്യർത്ഥിക്കുന്നു.